ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി മലപ്പുറം വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم يا أيها الناس إنما أنا رحمة مهداة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മൗലിദാഘോഷം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂല് ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അവിടുത്തെ കീർത്തനങ്ങളും
അവിടുത്തെ മദ്ഹുകളും പാടി പറയുകയും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് മൗലിദാഘോഷം. ഈ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്ന ആ ദിവസത്തിലും അല്ലാത്ത ദിവസങ്ങളിലുമായി വിശ്വാസികൾ കൊണ്ടാടുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു, ആചരിക്കുകയും ചെയ്യുന്നു. ഈ വിഷയം പ്രവാചക സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. തന്റെ ഏറ്റവും വലിയ ഹബീബായ, താൻ സ്നേഹിക്കുന്ന, താൻ പ്രിയം വെക്കുന്ന, താൻ സ്നേഹിക്കുന്ന പ്രവാചകർ, ആ പ്രവാചകരോടുള്ള തന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം അത് പുറത്തേക്ക് പ്രവഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് മൗലിദാഘോഷത്തിലൂടെ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ, ഈ സമുദായത്തിൽ പാരമ്പര്യമായി പൂർവീകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനാചാരമാണെന്നും അന്ധവിശ്വാസമാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലികാല യുഗത്തിലാണ് നാം ഉള്ളത്. സുഹൃതങ്ങളായ പലതും അനാചാരമാക്കിയ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടും അവിടുത്തെ കീർത്തനങ്ങൾ ഉരുവിടുകയും ചെയ്യുന്ന മൗലിദാഘോഷവും അനാചാരമാണെന്നും അത് വിശ്വാസികൾക്ക് ഭൂഷണമല്ലെന്നും ഒക്കെ പറയുകയും അത് ചെയ്യുന്നവൻ, മൗലിദാഘോഷ പരിപാടി ചെയ്യുന്നവൻ നരകത്തിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഇസ്ലാമികമായ വശം എന്താണ്, പ്രാമാണികമായ വിശകലനം ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ആചരിച്ചു വന്ന ഈ വിഷയത്തിൽ ഏതാനും ചില ആളുകൾ അതൊരു തർക്കത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഇത് സംബന്ധമായി പൂർവീക പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, അവരുടെ നിലപാട് എന്തായിരുന്നു, ഇത് പുണ്യകർമ്മമാണെന്നും സുന്നത്താണെന്നും പൂർവീക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പൂർവീകരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ടോ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ ജന്മദിനാഘോഷവും മൗലിദാഘോഷവും നടത്തുന്ന ഈ പരിപാടിയെക്കുറിച്ച് പൂർവീകരായ പണ്ഡിതന്മാർ തന്നെ അത് സുന്നത്താണെന്നും പുണ്യകർമ്മമാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ ഹിജറ 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് കേരളത്തിൽ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ച, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ KM മൗലവിയുടെ ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിൽ വരെ മുജദ്ദിദായി പരിചയപ്പെടുത്തിയ ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തന്റെ വിശ്രുതമായ അൽ ഹബീരിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അന്ന അസ്ല അമലിൽ മൗലിദിൽ ലദീ ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാതി. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് കഴിക്കുക എന്ന പരിപാടി, അതിന്റെ അസ്വലി എന്തൊക്കെയാണത്? ഹുവ അല്ലദീ ഹുവ ഇജ്തിമാഉൻ നാസി, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് കഴിയുന്ന സാധ്യമാകുന്നത് പാരായണം ചെയ്യുന്നു. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വമാ വഖഅ ഫീ മൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ, റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും വിവരണവും ഹദീസുകളും പറയുകയും ചെയ്യുക. മിനൽ ആയാത്തി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലും ജന്മസമയത്തുമുണ്ടായ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, ഈ അത്ഭുതങ്ങൾ വിവരിക്കുകയും ചെയ്യുക എന്നതും ഇതാണ് സാധാരണഗതിയിൽ മൗലിദ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ നടത്തുക, റസൂലുള്ളാഹി തങ്ങളുടെ ജനനവും റസൂലുള്ളാഹിന്റെ ഉത്ഭവവും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ ഉദ്ധരിക്കുക, പറയുക. സുമ്മ യുമത്തു ലഹും സിമാത്തുൻ യഅ്കുലൂന, ഇമാം സുയൂത്തി പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ സുപ്രവിരിക്കുന്നു അവർക്ക്, എന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന വൈൻസൈഫൂന, പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഈ മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇതല്ലാത്ത മറ്റു ഒരു അനാചാരമോ ഹറാമുകളോ ഒന്നുമില്ലാത്ത തികച്ചും നല്ല സുഹൃതങ്ങളായ പുണ്യകർമ്മങ്ങളായ കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയതാണ് അമലുൽ മൗലിദ് എന്ന് പറയുന്ന മൗലിദ് കഴിക്കൽ. ഇത് ഹുവ മിനൽ ബിദ്അൽ ഹസനത്തില്ലത്തി യുസാബു അലൈഹാ സാഹിബുഹാ. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്, ഈ കാര്യം ഇത് ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം ലഭ്യമാകുന്ന നല്ല ആചാരങ്ങളിൽ പെട്ടതാകുന്നു. നോക്കൂ നിങ്ങൾ, അത് നല്ല ആചാരമാണ്. അല്ലത്തി യുസാബു അലൈഹാ സാഹിബുഹാ, ചെയ്യുന്നവന് പ്രതിഫലം ലഭിക്കുന്ന നല്ല ആചാരമാകുന്നു. എന്താണ് കാരണം? ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഖദ്റിനെ മഹത്വവൽക്കരിക്കലുണ്ട്, സ്ഥാനത്തെ മഹത്വവൽക്കരിക്കലുണ്ട്. മാത്രമല്ല വഇൽഹാരിൽ ഫർഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫ്, സന്തുഷ്ടനാവലും സന്തോഷം പ്രകടിപ്പിക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുണ്യകർമ്മമാണ്. ഇത് ചെയ്യുന്നവന് ഏറെ പുണ്യം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാകുന്നു എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള തന്റെ അൽ ഹബീരിൽ ഫതാവയുടെ 1-ാമത്തെ വാല്യം 252-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള മാത്രമല്ല ഈ വിഷയത്തിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്, ഈ വിഷയം പുണ്യകർമ്മമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുള്ള പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത വ്യക്തിത്വമാണ്. ആ നവവി ഇമാമിന്റെ വരെ ഗുരുവായിട്ടുള്ള അല്ലാമ അബൂ ഷാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ. അദ്ദേഹം പറയുന്നു, നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ ആചാരമാണ് മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലിയൗമി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന ആ റബീഉൽ അവ്വൽ 12 എന്ന ദിവസം, ആ ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? മിന സ്വദഖാത്തി വൽ മഅറൂഫി വഇൽഹാരി സീനതി വസ്സുറൂരി. ഇമാം നബവിയുടെ ഗുരുവര്യനായ അല്ലാമ അബൂ ഷാമ റളിയല്ലാഹു അൻഹു ആണ് ഇത് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പുണ്യകർമ്മങ്ങൾ, സ്വദഖ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ വർത്തിക്കുന്നു, സന്തോഷവും ഭംഗിയും പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഇന്ന ദാലിക മഅ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാഇ, പാവങ്ങളായ ആളുകൾക്ക് ഗുണം ചെയ്യലുണ്ട് എന്നതോടൊപ്പം മുശ്ഇറുൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅദീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക. ഇത് ചെയ്യുന്നവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തുണ്ട് എന്നതിന്റെ പ്രകടമായ തെളിവാണത്. റസൂലുള്ളാഹി തങ്ങളോടുള്ള ആദരവും ബഹുമാനവുമുണ്ട് അവന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്നതിന്റെ പ്രകടമായ തെളിവാകുന്നു. വശുക്റുല്ലാഹി തആല അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂലിഹി അല്ലദീ അർസലഹു റഹ്മത്തൻ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഈ ചെയ്യുന്ന മനുഷ്യൻ അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങളെ സൃഷ്ടിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യലും കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാമ ഇമാം അബൂ ഷാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വ്യക്തമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥത്തിലാണ് ഇത് കാണുന്നത്. മഹാനവറുകളുടെ അൽ ബാഇസു ഫി അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്, പുതിയ ചിന്തകളും അനാചാരങ്ങളും
നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥത്തിന്റെ പേരിന്റെ ആശയം തന്നെ അതാണ്. ആ ഗ്രന്ഥത്തിന്റെ 23-ാമത്തെ പേജിൽ ഈ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫത്ഹുൽ മുബീൻ ലിശറഹിൽ അർബഈൻ എന്ന ഗ്രന്ഥത്തിന്റെ 108-ാമത്തെ പേജിലും ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. കഴിഞ്ഞില്ല പണ്ഡിതന്മാർ ഒരുപാട്, ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മാഇലുൽ ഹഖി റഹിമഹുല്ലാഹ് പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു, യുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്താണ്, ഇദ്ഹാറു ശുക്രി ലി മൗലിദിഹി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിന്, ആ ജന്മത്തിന് നന്ദി പ്രകടിപ്പിക്കൽ നമുക്ക് സുന്നത്താകുന്നു, പുണ്യകർമ്മമാകുന്നു. തഫ്സീർ റൂഹുൽ ബയാനിന്റെ 5-ാമത്തെ വാള്യം 56-ാമത്തെ പേജിൽ നമുക്ക് ഈ പ്രസ്താവന കാണാൻ കഴിയും. സഹോദരന്മാരെ, പണ്ഡിതന്മാര് ഒന്നല്ല രണ്ടല്ല ഒരുപാട് പണ്ഡിതന്മാർ ഈ ആശയം രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തിനധികം റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനാഘോഷത്തെ എതിർക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ബിദഅകളുടെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയയുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 330-ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഫതഅലീമുൽ മൗലിദി വഇത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദു നാസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ ആദരിക്കലും ബഹുമാനിക്കലും, വഇത്തിഖാദുഹു മൗസിമൻ, അതിൽ ആഘോഷമാക്കലും, ഖദ് യഫ്അലുഹു ബഅദു നാസി, ജനങ്ങളിൽ ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, വയകൂനു ലഹു അജ്റുൻ അളീമുൻ, ഇത് ചെയ്യുന്ന ആൾ അവന് വളരെ വലിയ പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്. എന്താണ് കാരണം? ലിഹുസ്നി ഖസ്ദിഹി വതഅലീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ചെയ്യുന്ന വ്യക്തി അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും നടത്തുന്നതായതിനാൽ അവന്റെ മനസ്സിൽ നല്ല ഒരു ഉദ്ദേശവും നല്ല ലക്ഷ്യവുമാണുള്ളത്. ഇതുകൊണ്ട് അവന് വളരെ വലിയ പുണ്യമുണ്ടെന്ന്, പ്രതിഫലമുണ്ടെന്ന് ഇബ്നു തൈമിയ്യ പോലും തന്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിന്റെ 330-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് പണ്ഡിതന്മാരുടെ നീണ്ട നിര എടുത്തു പറയുമ്പോൾ പിന്നെ ഒരു ദിവസം നമുക്കത് തന്നെ പറയാനില്ല. ഇബ്നു തൈമിയ്യ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരാണ് ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാര് മനസ്സിലാക്കണം, പൂർവിക പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് പുണ്യകർമ്മമാണ്, ഇത് സുന്നത്താണ്, പ്രതിഫലാർഹമാണെന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇത് സമസ്തയിലെ പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാരാകുന്ന സമസ്ത രൂപീകരിച്ചതിന് ശേഷം അവർ മാത്രം പറഞ്ഞ ആശയം എന്നുള്ള പ്രചാരണം ശരിയല്ല. പൂർവീകരായി മുസ്ലിമീങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാം വിശകലനം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അത് നമ്മുടെ ജന്മദിനം പോലെയല്ല, അതിന് സവിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട് എന്നാണ് നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും വിശ്വാസികൾ പഠിച്ചിട്ടുള്ളതും. എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ പ്രചരിപ്പിക്കുന്നത് ഒരാളുടെ ജന്മം കൊണ്ട് മാത്രം ഇവിടെ സവിശേഷതയൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങൾ സാധാരണ ആളുകളെ പോലെ, മനുഷ്യരെ പോലെ, കുട്ടികളെ പോലെ ജനിക്കുന്നു, വളർന്നു വലുതായതും സാധാരണ കുട്ടികളെ പോലെ തന്നെ, മരണപ്പെടുന്നതും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് കൊച്ചാക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരന്മാരെ, ഇത് ശരിയല്ല. മഹത്തുക്കളുടെ ജന്മം കൊണ്ട് ദിവസത്തിനും സമയത്തിനുമൊക്കെ സവിശേഷതയുണ്ടെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കി, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ഉത്തമമാണ്. എന്താണ് ആ ദിവസത്തിനുള്ള പ്രത്യേകത?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫീഹി ഖുലിഖ ആദമു, അന്നാണ് വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബിയുടെ ജന്മം നടക്കുന്നത്. ആദം നബിയുടെ ജന്മദിനം വെള്ളിയാഴ്ച ദിവസമാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമാവാനുള്ള കാരണങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്നാമത് പറയുന്നത് ഇതാണ്. വേറെയും ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജന്മദിനത്തിന് പ്രത്യേകതയുണ്ട് എന്നത് വസ്തുതയാണ്. മഹാത്മാക്കളുടെ ജന്മം നടക്കുന്ന കാരണം കൊണ്ട് ദിവസവും സമയവുമൊക്കെ പ്രത്യേകത ഉണ്ടാകുന്നു. ആ ഹദീസിന്റെ ബാക്കിയിൽ നമുക്ക് കാണാം, വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ വലാ തഖൂമു സഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. ഇമാം ഖസ്തലാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് വിശകലനം നടത്തിക്കൊണ്ട് പറയുന്നത് കാണാം, നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം കൊണ്ട് ദിവസം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച ദിവസം, ആ ദിവസം ഏതായാലും പ്രത്യേകതയുണ്ട് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് റബീഉൽ അവ്വൽ 12-ാം ദിവസമാണ്, 12-ാം തീയതിയാണ്, റബീഉൽ അവ്വൽ 12-നാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചത്. ബഹുമാനപ്പെട്ട ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് തന്റെ സിഫത്തു സ്വഫുവ എന്ന ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാരുടെ ഏകോപനമുണ്ട് എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു ചോദ്യം, സുഇലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സൗമി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കുകയാണ്. ഖാല, റസൂലുള്ളാഹി തങ്ങൾ അതിന് മറുപടി പറയുന്നു, ഫീഹി ഉലിതു, തിങ്കളാഴ്ച ദിവസം നോമ്പ് ശർഅക്കപ്പെടാനുള്ള കാരണം, തിങ്കളാഴ്ച ദിവസം നോമ്പ് എന്ന് പറയുന്ന ആരാധന കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നോ, ഫീഹി ഉലിതു, അന്നാണ് എന്റെ ജന്മദിനം, അന്നാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് സവിശേഷതയുണ്ട്. വഫീഹി ഉൻസില അലയ്യൽ ഖുർആൻ, അന്ന് തന്നെയാണ് എന്റെ മേലിൽ മറ്റൊരനുഗ്രഹമായ ഖുർആൻ അവതരിക്കുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറയുന്നത് തിങ്കളാഴ്ച ദിവസത്തിനുള്ള പ്രത്യേകത ഫീഹി ഉലിതു, അന്നാണ് എന്റെ ജന്മദിനം എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് സവിശേഷതയുണ്ടെന്ന് പ്രവാചകർ തന്നെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് മഹാനവർകൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫതശ്രീഫു ഹാദൽ യൗമി മുതളമ്മിനുൽ ലിതശ്രീഫി ഹാദൽ ശഹ്രി അല്ലദീ ഉലിദ ഫീഹി, ഈ ദിവസത്തിന്റെ, റസൂലുള്ള ജനിച്ച തിങ്കളാഴ്ച എന്ന ദിവസത്തിന്റെ പ്രത്യേകത, അത് ആ മാസത്തെ തന്നെ, ആ മാസത്തിന്റെ പ്രത്യേകതയെ തന്നെ, റസൂലുള്ളാഹി ജനിച്ച തിങ്കളാഴ്ച ദിവസത്തിന്റെ ആ ഷറഫ്, ആ മഹത്വം, അത് മുതളമ്മിനുൽ ലിതശ്രീഫി ഹാദൽ ശഹ്രി അല്ലദീ ഉലിദ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിന്റെ ആ ഷറഫിനെ, ബഹുമാനത്തെ തന്നെ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫയംബഗി അൻ നഹ്തരിമഹു, ഹിജ്റ 737 വഫാത്തായ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫയംബഗി അൻ നഹ്തരിമഹു ഹഖൽ ഇഹ്തിറാം, ആ മാസത്തെയും ദിവസത്തെയും ആദരിക്കേണ്ടതുപോലെ നാം ആദരിക്കണം. വനുഫദ്ദിലുഹു ബിമാ ഫദ്ദലല്ലാഹു ബിഹി അൽ-അശ്ഹുറൽ ഫാദില, ശ്രേഷ്ഠമായ ദിവസങ്ങളെ അല്ലാഹു തആല ആദരിച്ച് ശ്രേഷ്ഠമാക്കിയതുപോലെ ഈ മാസത്തിനെയും നാം ശ്രേഷ്ഠമായി കാണുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അല്ലാമ ഇബ്നുൽ ഹാജ് തന്റെ അൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ വാല്യം 3-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അപ്പോൾ മഹാത്മാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിനും ദിവസത്തിനുമൊക്കെ സവിശേഷതയുണ്ട്, പ്രത്യേകതയുണ്ട് എന്നാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇനി നാം ചിന്തിക്കേണ്ടത്, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ഒട്ടേറെ പുണ്യകർമ്മങ്ങളുണ്ട്. ഇതിനെ കുറിച്ച് ഖുർആനിന്റെ വീക്ഷണം എന്താണ്?
ഖുർആൻ ഇത് സംബന്ധമായി നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? ഇത് അനാചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹറാമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം നടത്താൻ പാടില്ലെന്നോ അതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ലെന്നോ അവിടുത്തെ കീർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നോ പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ വചനത്തിലും അള്ളാഹു പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ഹദീസിലും അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിനെ ആ സന്തോഷ പ്രകടനം, റസൂലുള്ളാഹി തങ്ങളിൽ നാം നടത്തുന്ന സന്തോഷ പ്രകടനം അത് നടത്തണമെന്നാണ്. നോക്കൂ നിങ്ങൾ, സൂറത്ത് യൂനിസിലെ 58-ാമത്തെ വചനത്തിൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയൂ, ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫള്, റഹ്മത്ത്, ആ ഫള് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. ഫബിദാലിക, ആ ഫള് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഫൽയഫറഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവര് ഒരുമിച്ച് കൂട്ടുന്ന മറ്റ് സംഗതികളെക്കാളേറെ ഉത്തമമായ കാര്യമാണ് ഈ റഹ്മത്തും ഫളും കൊണ്ട്, റഹ്മത്ത്, ഫള് എന്നിവ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൽ എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുകയാണ്. ഏതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള റഹ്മത്ത്? തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, മഹാൻ പറയുന്നു, ഫളലുല്ലാഹി അൽ ഇൽമു, ഫളലുല്ലാഹി എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്. വറഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഖാല അല്ലാഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി എന്ന് പറഞ്ഞ ആ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന് മുഫസ്സിറുകളുടെ നേതാവ്, സ്വഹാബി പ്രമുഖൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് തഫ്സീർ അദ്ദുറുൽ മൻസൂറിൽ 3-ാമത്തെ വാല്യം 554-ാമത്തെ പേജിൽ ഇത് കാണാൻ കഴിയും. ഇതേ തഫ്സീർ തന്നെ, ഇതേ വ്യാഖ്യാനം തന്നെ ആലൂസി വിദഴികൾക്ക് കൂടി സ്വീകാര്യനായ ആലൂസിയുടെ തഫ്സീർ റൂഹുൽ മഹാനി 11-ാമത്തെ വാല്യം 141-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. കഴിഞ്ഞില്ല, തഫ്സീർ അൽ ബഹറുൽ മുഹീത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അർ റഹ്മത്തു എന്ന് പറഞ്ഞ ആയത്തിലുള്ള വർ റഹ്മത്തു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയത്തിൽ പറഞ്ഞിട്ടുള്ള മുഹമ്മദ്, ആയത്തിൽ പറഞ്ഞിട്ടുള്ള റഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. ഒട്ടേറെ തഫ്സീറുകളിൽ നമുക്ക് ഈ ആശയം കാണാൻ കഴിയുന്നു. അപ്പോ ഖുർആൻ പറഞ്ഞതിന്റെ സാരാംശം എന്തായി? അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. കഴിഞ്ഞില്ല, പ്രവാചകർ തന്നെ വിശദീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, മുസ്ലിമിന്റെ 7-ാമത്തെ വാല്യം 394-ാമത്തെ പേജിൽ കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനം, അതിൽ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് റഹ്മത്തായിട്ടാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ വിശദീകരിക്കുകയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ. അവിടുന്ന് പറയുന്നത് എന്താ? ഓ ജനങ്ങളെ, നിശ്ചയം ഞാൻ റഹ്മത്താകുന്നു, അള്ളാഹുവിന്റെ റഹ്മത്താണ്, ഹിദായത്ത് ലഭിക്കപ്പെട്ടിട്ടുള്ള ആളുമാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ നമുക്കൊക്കെ ഹിദായത്തിന്റെ വെള്ളിവെളിച്ചം നൽകുന്ന പ്രവാചകരാണ്. കാരുണ്യമാണ്, റഹ്മത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെ ഈ ആശയം നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക്കിന്റെ 1-ാമത്തെ വാല്യം 103-ാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്
നാം മനസ്സിലാക്കുമ്പോൾ എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം എന്നാണ്. ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണവും വ്യാഖ്യാനവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ ഭാഗമാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിക്കുക, റസൂലുള്ളാഹി തങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുക, അവിടെ നിങ്ങോട്ടുള്ള മുന്നേറ്റത്തിൽ സന്തോഷിക്കുക, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ഈ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ ആയത്തിന്റെ നിർദ്ദേശത്തിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നതിന്റെ ഭാഗമാണ് നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ വിധവികൾ പറയും, ഇതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ അല്ലെങ്കിൽ ജന്മം നടന്ന റബീഉൽ മാസത്തിൽ എന്ന് എവിടെയാണുള്ളത്? കഥയില്ലാത്ത ചോദ്യമാണത്, വിഡ്ഢിത്തമാണ്. കഥയില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമാണ് ആ ചോദിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അത് വ്യാപകമായ ആമായ പ്രയോഗമാണ്. ഇന്ന ഭാഗത്തെ പറ്റുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജന്മം നടന്ന ആ ദിവസത്തിലോ മാസത്തിലോ അല്ലാത്തപ്പോഴോ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മവുമായി സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ആയിരക്കണക്കായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ ഈ ആയത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞോ ഈ ആയത്തിന്റെ പരിധിയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കൽ ഉൾപ്പെടുകയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാണിക്കാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. സഹോദരന്മാരെ, സാധാരണക്കാരായ പാമരന്മാരായ ആളുകളെ വെട്ടിൽ വീഴ്ത്താനുള്ള, പുകമറ സൃഷ്ടിക്കാനുള്ള മുടന്തൻ ന്യായവും ദുർവ്യാഖ്യാനവുമാണ് നമ്മുടെ രാജ്യത്തെ വിദഴികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോ ഖുർആന്റെ നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് നാം സന്തോഷം പ്രകടിപ്പിക്കണം എന്നത്. സന്തോഷ പ്രകടനം എങ്ങനെയാണ്? സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ വിവാഹ ദിവസം അല്ലേ, അത് ഇസ്ലാം അനുവദിച്ചൊരു സന്തോഷ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സന്തോഷ ദിവസങ്ങളിലൊക്കെ നാം സന്തോഷം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ നമുക്ക് സന്തോഷ പ്രകടനമാവാം, ഒരു കുഴപ്പമില്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു അല്ലേ, അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ നൽകുന്നു, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, സുഗന്ധം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളും ആഹ്ലാദവും പങ്കിടുന്നു. ചിലപ്പോൾ വിവാഹ വീടുകളിൽ സന്തോഷത്തിന്റെ ഭാഗമായി നമുക്കറിയാം അനുവദനീയമായ രൂപത്തിലുള്ള ദഫ് മുട്ടലുകൾ അല്ലേ, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നു. മറ്റു ചില സന്തോഷ പ്രകടനം നമ്മൾ ചെയ്യുന്നത് പ്രകടനം നടത്തിക്കൊണ്ടാണ്. അതും ഒരു സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ ഇസ്ലാമിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട്, ശർഇന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ അതൊന്നും തെറ്റല്ല എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഈ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നടത്തുകയാണെങ്കിൽ അതൊരിക്കലും തെറ്റല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യത്തിൽ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖുർആന്റെ പക്ഷത്ത് നിന്ന് നാം ഈ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ കാര്യത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളെ കൊണ്ടുള്ള ഈ സന്തോഷ പ്രകടനം, അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സന്തോഷ പ്രകടനത്തിലേക്ക് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ നാഥൻ ചെയ്ത നിഅമത്തിനെ നീ എടുത്തു പറയണം. സൂറത്തുൽ ദുഹയുടെ 11-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്ന തഫ്സീർ ത്വബരി നോക്കിയാൽ കാണാം, കാനൽ മുസ്ലിമൂന യറൗന, മുസ്ലിമീങ്ങൾ അഭിപ്രായപ്പെടാറുണ്ട്, അന്ന മിൻ ശുക്രി നിഅമി അൻ യുഹദ്ദിസ ബിഹാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു ജരീർ ത്വബരി രേഖപ്പെടുത്തി വെക്കുന്നു തന്റെ തഫ്സീറിൽ,
കാനൽ മുസ്ലിമൂന യറൗന അന്ന മിൻ ശുക്രി നിഅമി അൻ യുഹദ്ദിസ ബിഹാ. മുസ്ലിമീങ്ങൾ, സ്വഹാബികളും താബിഈകളും അവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അന്ന മിൻ ശുക്രി നിഅമി, നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ് അൻ യുഹദ്ദിസ ബിഹാ, ആ നിഅമത്തുകളെ എടുത്തു പറയൽ. നോക്കൂ നിങ്ങൾ, ഈ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന വചനം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ അള്ളാഹുവിന്റെ റഹ്മത്തിനെ എടുത്തു പറയണമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത്, ആ നിഅമത്ത് ഏതാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന കാര്യത്തിൽ വിശ്വാസികളായ നമുക്ക് രണ്ടഭിപ്രായമില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു ആൽ ഇംറാനിന്റെ 164-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് കാണാം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീകൾക്ക് അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹവും നിഅമത്തുമാണ് ചെയ്തു തന്നിട്ടുള്ളത്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയക്കുക വഴി അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത്. തഫ്സീറായ തഫ്സീറുകൾ മുഴുവനും ഈ ആശയം ഇവിടെ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. തഫ്സീറുൽ ഹാസിയിൽ പറയുന്നു ഐ അന്നമാലൈഹിം വഹസന ഇലൈഹിം ബിബിഅസതി ഹാദർ റസൂൽ, ഈ റസൂലിനെ നിയോഗിക്കുക വഴി വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ളത്. ഇമാം റാസി തഫ്സീറുൽ കബീറിന്റെ 9-ാമത്തെ വാല്യം 64-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. ഇമാം ഖുർത്തുബി പറയുന്നു ബയ്യനല്ലാഹു തആല അളീമ മിന്നതിഹി, അല്ലാഹു അവൻ ചെയ്ത മിന്നത്തിന്റെ ഗുണങ്ങളിൽ വെച്ച്, അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായതിനെയാണ് വിശദീകരിച്ചിട്ട് തന്നിട്ടുള്ളത്. ബിബഅസിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അല്ലാഹു നിയോഗിക്കുക വഴി ഏറ്റവും വലിയ അനുഗ്രഹമാണ് ചെയ്തു തന്നിട്ടുള്ളത്. മറ്റൊരു വചനത്തിന്റെ വിശദീകരണമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നു വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഅമത്തുല്ലാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്താകുന്നു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിന്റെ 3977-ാം നമ്പർ ഹദീസായി നമുക്കിത് കാണാൻ കഴിയും. അല്ലദീന ബദ്ദലൂ നിഅമത്തല്ലാഹി കുഫ്റൻ എന്ന് പറയുന്ന ഖുർആനിക വചനം വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രമുഖരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിഅമത്തുല്ലാഹി, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ നിഅമത്താകുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങളുടെ റബ്ബിന്റെ റഹ്മത്ത് അല്ലാഹുവിന്റെ നിഅമത്തായ ആ മുഹമ്മദ് നബിയെ കുറിച്ച് നിങ്ങൾ പറയണം, എടുത്തു പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സഹോദരന്മാരെ, ഇതേ വ്യാഖ്യാനം ഖുർആൻ പണ്ഡിതന്മാർ എല്ലാവരും രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അപ്പൊ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിഅമത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നാം എടുത്തു പറയുകയും നാം അത് പാടി പുകഴ്ത്തുകയും അവിടുത്തെ കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയുന്നു. മഹാൻ പറയുന്നു ഫഇന്ന അഅളമ നിഅമില്ലാഹി അലാ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന് അല്ലാഹു ചെയ്ത നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ നിഅമത്ത് ഇൽഹാറു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹും വബിഅസതുഹു വഇർസാലുഹു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഈ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയും നിയോഗിക്കുകയും ചെയ്തു എന്നതാണ് ഈ സമുദായത്തിനുള്ള ഏറ്റവും വലിയ നിഅമത്ത്. ഫഇന്ന നിഅമത അലൽ ഉമ്മത്തി ബിഇർസാലിഹി അഅളമു മിന നിഅമതി അലൈഹിം, ഏറ്റവും വലിയ നിഅമത്താണത് ബിഈജാദി സമാഇ വൽ അർളി വശംസി വൽ ഖമരി വൽ റിയാഹി വൽ ലൈലി വൻ നഹാരി വഇൻസാലിൽ മത്രി വഇഖ്റാജിൻ നബാതി വഗൈരി ദാലിക്. ഇമാം ഹാഫിദ് ഇബ്നു റജബിൽ ഹംബലി പറയുന്നു, ഈ ആകാശ സൃഷ്ടിപ്പിനേക്കാൾ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, കാറ്റ്, രാപ്പകൽ, മഴ, മറ്റ് സസ്യലതാദികൾ, ഇതിനേക്കാൾ ഏറ്റവും വലിയ നിഅമത്ത്
അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗമാകുന്നു. അതാണ് ഏറ്റവും അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത്. സഹോദരന്മാരെ, ഇമാം ഇബ്നു റജബ് ഹംബലിയുടെ ലതായിഫുൽ മആരിഫിന്റെ 97-ാമത്തെ പേജിൽ നമുക്ക് ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹുവിന്റെ റസൂൽ. ആ നിഅമത്തിന് അനുഗ്രഹം ശുക്ർ ചെയ്യുക, ആ നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കുക, ആ നിഅമത്തിനെ എടുത്തു പറയുക, ഇതൊക്കെയാണ് നാം റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നടന്ന ദിവസത്തിലും ആ മാസത്തിലുമൊക്കെയായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശർഇന്റെ വീക്ഷണം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അത് തെറ്റല്ല, അതൊരിക്കലും ഇസ്ലാമിക വിരുദ്ധമോ പ്രമാണ വിരുദ്ധമോ അല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് മുഹമ്മദ് നബി എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ആ അനുഗ്രഹമുണ്ടായ റബീഉൽ അവ്വൽ 12-ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ തന്നെ ഇത് ചെയ്യണം എന്നതുണ്ടോ? അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എടുത്തു പറയണമെന്ന് പഠിപ്പിച്ച ഖുർആൻ, ആ നിഅമത്ത് ഉണ്ടായ ദിവസം അന്ന് നിങ്ങൾ പറയരുതേ, ശുക്ർ ചെയ്യരുതേ, അന്ന് സന്തോഷ പ്രകടനം നടത്തരുതേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. എങ്കിലല്ലേ ആ ദിവസത്തെ നാം അതിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ടതുള്ളൂ. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആൻ അള്ളാഹുവിന്റെ നിഅമത്തിനെ നിങ്ങൾ എടുത്തു പറയണമേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്നായാലും ശരി, അന്നാവാം, തലേന്നാവാം, പിറ്റേ ശേഷം ദിവസമുള്ളാവാം, ആ മാസത്തിലാവാം, അല്ലാത്ത ദിവസം എപ്പോഴും ആവാം. അന്ന് ചെയ്യുന്നത് അതിന് ഈ വചനത്തിന്റെ വ്യാപ്തിയിൽ പെട്ടതല്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എന്നല്ല ഹാഫിള് ജലാലുദ്ദീൻ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശ്വ പണ്ഡിതനാണ്. ഹദീസിന്റെ വിഷയത്തിൽ എല്ലാവർക്കും സ്വീകാര്യനാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന റബീഉൽ അവ്വൽ 12-ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മൗലിദാഘോഷ പരിപാടികൾ നടത്താൻ പറ്റും എന്നതിനുള്ള രേഖ പറയുകയാണ് മഹാനവറുകൾ. വഖദ് ലഹറ ലീ തഖ്രീജുഹാ അലാ അസ്ലിൻ സാബിത്തിൻ, ഒരു സ്ഥിരപ്പെട്ട തെളിവ് റബീഉൽ അവ്വൽ 12-ന് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദാഘോഷം നടത്താം എന്നതിന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേതാണ് ആ തെളിവ്? വഹുവ മാ സബത ഫി സ്വഹീഹൈൻ. ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. മിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീനത ഫവജദൽ യഹൂദ യസൂമൂന യൗമ ആശുറാ. സംഭവം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിയപ്പോ മുഹറം 10-ന് ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുകയാണ്. അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത്? ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായിരുന്ന മൂസാ നബിയെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് അനുഗ്രഹ ദിവസമാണിന്ന്. ആ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന് നന്ദിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അവർ പറയുകയുണ്ടായി. അള്ളാഹു ചെയ്തു തന്ന ഈ നിഅമത്തിന് ശുക്റായിട്ടാണ്, ഫനഹ്നു നസൂമുഹു ശുക്റൻ ലില്ലാഹി തആല, അള്ളാഹുവിന് ശുക്റായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഈ സംഭവം റസൂലിനോട് അവർ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അത് അംഗീകരിക്കുകയാണ്. ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, സംഭവം വിശദീകരിക്കേണ്ടതില്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ഖുർആനും സുന്നത്തും അറിയാത്തവരല്ല, ഹദീസിനെ കുറിച്ച് പാണ്ഡിത്യമില്ലാത്തവരല്ല, അവർ പറയുന്നു, ഫയുസ്തഫാദു മിൻഹു ഫിഉലു ശുക്രി ലില്ലാഹി അലാ മാ മന്ന ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ. കണ്ടോ, മഹാൻ പറയുന്നു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു അള്ളാഹു ചെയ്തു തന്ന ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യാൻ അനുവദനീയമാണ്. ഫീ യൗമിൻ മുഅയ്യനിൻ, മുഅയ്യനായ നിർണിതമായ നിശ്ചിതമായ ദിവസത്തിൽ തന്നെ. ആ അനുഗ്രഹമുണ്ടായ നിശ്ചിത ദിവസം മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫഇ നിഖമത്തിൻ, ഒന്നുകിൽ അനുഗ്രഹത്തെ നമുക്ക് ലഭിച്ച ദിവസമാവാം, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ നമുക്ക് ഇല്ലാതെയായ ദിവസമാവാം.
ഏതാവട്ടെ അനുഗ്രഹമുണ്ടായ നിശ്ചിതമായ ദിവസം, ആ ദിവസത്തിൽ ഈ ശുക്ർ ചെയ്യുക, ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നത് അനുവദനീയമാണ് എന്നത് ഈ ഹദീസ് രേഖയാകുന്നു. എന്നിട്ട് മഹാനവറുകൾ ചോദിക്കുന്നു, വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയിൽ കരീം. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ചോദിക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയുടെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ അതിന് നന്ദിയായി അവർ നോമ്പനുഷ്ഠിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തത് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ചു എങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം, ആ ദിവസത്തെ ആദരിക്കുകയും ആ നിഅമത്ത് അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയും ചെയ്യുന്ന പരിപാടി അന്ന് പറ്റുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിനൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മ ഫീ ദാലിക്കൽ യൗം. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലുള്ളാഹി തങ്ങൾ ഭൂജാതനായി എന്നതിനേക്കാളും ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് റബീഉൽ അവ്വൽ 12 ഉണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ നിഅമത്തിൽ നമുക്ക് സന്തോഷിക്കുന്നതിനോ, ആ നിഅമത്തുണ്ടായതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിനോ ശുക്ർ ചെയ്യുന്നതിനോ നാം ഒരിക്കലും എതിരാകേണ്ടതില്ല. ഒരിക്കലും അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല. നാം അത് ചെയ്യാൻ കടമപ്പെട്ടവരാണ് എന്നാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഇത് സംബന്ധമായിട്ട് മഹാനവറുകള് വിശകലനം നടത്തിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ മഹാനവറുകളുടെ അൽ ഹബീരിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 260-ാമത്തെ പേജിൽ ഇമാം സുർഖാനി തന്റെ ശറഹുൽ മവാഹിബുൽ ലദുന്നിയുടെ 1-ാമത്തെ വാള്യം 140-ാമത്തെ പേജിലും ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതുവരെയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ വീക്ഷണത്തിൽ നാം ലോകത്തുള്ള വിശ്വാസി ലക്ഷങ്ങൾ ചെയ്യുന്ന ഈ കർമ്മം അത് തെറ്റല്ല, അത് അനാചാരമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണെന്നോ ഖുർആനിക വിരുദ്ധമാണെന്നോ സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. മറിച്ച് പ്രമാണബദ്ധമാണ്, അത് ഖുർആൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനാഘോഷം നടത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയോ സമ്മതിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വലിയ ഒരു ചോദ്യമാണ്. പ്രമാണങ്ങൾ എടുത്ത് പരതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അള്ളാഹുവിന്റെ റസൂലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളും ചരിത്രങ്ങളും എടുത്തു പരതിയാൽ നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ്, മാ അഖ്റജഹുൽ ബൈഹഖി അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് നുബൂവത്ത് കിട്ടിയതിനു ശേഷം അതാ ആട്ടിനെ അറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാനം ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അറുത്ത് ദാനം ചെയ്തതിനെ ചുമത്തപ്പെടണം. അലാ അന്നല്ലദീ ഫഅലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽഹാറുൽ ലിശ്ശുക്രി അലാ ഇജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ. ഇമാം സുയൂത്തി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഈ ചെയ്തിട്ടുള്ളത് തന്നെ ലോകത്തിന് റഹ്മത്തായി കാരുണ്യമായി അല്ലാഹു ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വിട്ടതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കലാകുന്നു. തന്റെ ഉമ്മത്തിന് ശരീഅത്തിന്റെ നിയമമാക്കി കാണിച്ചു കൊടുക്കലുമാകുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അപ്പൊ ഹാഫിദ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറയുന്നത്, ഇത് അവിടുത്തെ സമുദായത്തിന് ശരീഅത്തിന്റെ നിയമമാക്കി കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ആ ശരീഅത്ത് നിയമത്തെയാണ് മുസ്ലിമീങ്ങൾ എല്ലാവരും പിൻപറ്റുന്നതും അംഗീകരിക്കുന്നതും. സഹോദരന്മാരെ, ഈ കാര്യം നാം മനസ്സിലാക്കണം. ഈ ഹദീസ്
പല പണ്ഡിതന്മാരും ഇമാം അഹമ്മദ്, ഇമാം ബസ്സാർ, ഇമാം തൊബറാനി തുടങ്ങിയ പണ്ഡിതന്മാർ വിവിധ ത്വരീഖുകളിലൂടെ പരമ്പരയിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിലുള്ള ആളുകളെ പരിഗണിച്ച് ഹദീസ് സഹീഹല്ലെന്നും അത് വാറോലയാണെന്നും ഒക്കെ ചില ആളുകൾ പറയാറുണ്ട്. പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകളുടെ ഉദ്ധരണിയെ അവർ ഇതിലേക്ക് വലിച്ചിഴക്കാറുമുണ്ട്. ഈ ഹദീസ് വാറോലയാണെന്നും തീരെ അസ്വീകാര്യമാണെന്നും പറയുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഈ ഹദീസിന്റെ പരമ്പരകൾ വിവിധ രൂപത്തിൽ വ്യത്യസ്ത ഹദീസ് പണ്ഡിതന്മാരിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ പരമ്പരകളിൽ ചിലതൊക്കെ ദുർബലമാണെങ്കിലും ചില പരമ്പരകൾക്ക് ഒരു കുഴപ്പവുമില്ല, മറ്റു ചില പരമ്പരകൾക്ക് ഒരു കുഴപ്പവുമില്ല. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നു, ഖാലൽ ഹാഫിദുൽ ബൈഹഖി ഫി അഹദിഹാ ഇന്ന റിജാലഹു റിജാലുസ് സ്വഹീഹി. ഇമാം ബൈഹഖി തന്നെ ഈ ഹദീസിന്റെ പരമ്പരകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില പരമ്പരകളെ കുറിച്ച് പറയുന്നു, ആ ഹദീസിന്റെ പരമ്പര വളരെ സുദൃഢമാണ്. സഹീഹായ ഹദീസിന്റെ റിപ്പോർട്ടർമാരായ ആളുകൾ തന്നെയാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇല്ലാ വാഹിദൻ, ഒരു വ്യക്തി ഒഴിച്ച്. അദ്ദേഹം സഹീഹായ മറ്റ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളല്ലെങ്കിലും വഹുവ സിഖത്തുൻ, അയാൾ അയോഗ്യനല്ല, യോഗ്യനാണ്, പ്രബലനാണ്, അയാൾ അംഗീകരിക്കപ്പെടാൻ പറ്റുന്നവർ തന്നെയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 9ാമത്തെ വാല്യം 371ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബിദഅകൾ കൂടി അംഗീകരിക്കുന്ന വ്യക്തിയല്ലേ അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരി. അദ്ദേഹം തന്നെ ഈ ഹദീസിന്റെ യോഗ്യായോഗ്യതകളെ കുറിച്ചുള്ള ചർച്ചയിൽ ഈ ഹദീസ് സ്വീകാര്യമാണ് എന്ന് തന്നെ തന്റെ തുഹ്ഫത്തുൽ അഹ്മദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 5ാമത്തെ വാല്യം 97ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂല് തന്നെ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്യുന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് ഖുർആൻ വിരുദ്ധമല്ല, ഹദീസുകൾക്കും വിരുദ്ധമല്ല, സുന്നത്തിനും വിരുദ്ധമല്ല. ഈ ഖുർആനും സുന്നത്തും നിർദ്ദേശിക്കുന്നതും കൽപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ കാര്യം സത്യവിശ്വാസികൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് പ്രവാചകരോടുള്ള അമിതമായ സ്നേഹം കൊണ്ടും അവർക്കുള്ള ആദരവ് കൊണ്ടും ചെയ്യുകയാണ്. അതിന് തക്ക പ്രതിഫലവും പുണ്യവും ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിന്റെ റസൂല് ജനിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനായ, പിന്നീട് റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായി രംഗത്ത് വന്ന അബൂലഹബ് തന്റെ സഹോദരനായ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു അടിമ സ്ത്രീ, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയുണ്ടായി. ഇമാം ബുഖാരി ഈ സംഭവം തന്റെ സ്വഹീഹിന്റെ 5101 നമ്പർ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സുവൈബത്തു മൗലാത്തുൻ ലി അബീ ലഹബിൻ, അബൂലഹബിന്റെ അടിമയായിരുന്നു സുവൈബത്ത്. കാന അബൂലഹബിൻ അഅ്തഖഹ, അബൂലഹബ് അവളെ എഴുത്തുക്ക് ചൊല്ലിയിരുന്നു, മോചിപ്പിച്ചിരുന്നു. ഫഅർളഅത് നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സുവൈബത്തുൽ അസ്ലമിയ അല്ലാഹുവിന്റെ റസൂലിനെ മുല കൊടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വിശദമായ ഹദീസാണ്. അങ്ങനെ അബൂലഹബ് മരണപ്പെട്ടു പോയി. അബൂലഹബ് മരിച്ചപ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഫലമ്മാ മാത അബൂലഹബിൻ ഉരിയഹു ബഅദു അഹ്ലിഹി ബിശർരി ഹീബത്തിൻ. അബൂലഹബ് മരണപ്പെട്ടപ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചത് കാണാം. ആ കണ്ടയാൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്, ഇദ്ദേഹത്തിന് കാണിക്കപ്പെടുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂലഹബിനോട് ചോദിച്ചു, ഖാല ലഹു മാദാ ലഖീത,
എന്താണ് നിന്റെ അവസ്ഥ, എന്തൊക്കെയാണ് നിന്റെ അവസ്ഥ മരിച്ചതിന് ശേഷം? ഖാല അബൂലഹബിൻ, അബൂലഹബ് മറുപടി പറഞ്ഞു, ലം അൽഖ ബഅദകും ഖൈറൻ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം പാരത്രിക ജീവിതത്തിൽ എനിക്കൊരു നന്മയും ലഭിച്ചിട്ടില്ല. ഗൈറ അന്നി സുഖീതു ഫി ഹാദിഹി, പക്ഷേ എനിക്ക് എന്റെ ഈ കൈവിരലിലൂടെ എനിക്ക് ഒരു പാനീയം കുടിക്കപ്പെടുന്നു, ലഭ്യമാകുന്നു. ബിഇതാഖത്തി സുവൈബത, ഞാൻ എന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയെ മുഹമ്മദിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഞാൻ മോചിപ്പിച്ച കാരണത്തിനാൽ എനിക്ക് ഒരു പാനീയം ലഭ്യമാകുന്നു. അത് ഒരു സന്തോഷം തന്നെ. അല്ലാത്ത ഒരു സന്തോഷവും ഒരു നന്മയും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് അബൂലഹബ് പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സ്വഹീഹിന്റെ 5101 നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അബൂലഹബിന്റെ സഹോദരനായ അബ്ദുള്ള എന്നവർക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന വിവരം സന്തോഷ വാർത്ത അറിയിച്ചത് ഈ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയായിരുന്നു. അത് കാരണമായിട്ടാണ് അവരെ മോചിപ്പിച്ചത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് അവിശ്വാസിയായ അബൂലഹബ് ഒരടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന്റെ ഗുണം പാരത്രിക ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവരുള്ള ആദരവും ബഹുമാനവും മഹബ്ബത്തും ഒക്കെ മനസ്സിൽ നിറച്ചു വെക്കുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവർക്ക് എന്തുമാത്രം പ്രതിഫലമുണ്ടാകുമെന്ന് നമുക്ക് തന്നെ ചിന്തിച്ചുകൂടെ? ഹാഫിദ് നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാൻ പറയുകയാണ്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമാ യുഖഫഫു അൻഹു ലി സുറൂരി ബിഅഹ്മദാ. ഹാഫിദ് നാസിറുദ്ദീൻ ദിമശ്ഖി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂലഹബ് എന്ന് പറയുന്നത് ഒരു അവിശ്വാസിയായ വ്യക്തിയാണ്. ആ അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പേരെടുത്തുകൊണ്ട് തന്നെ നരകത്തിൽ ശാശ്വതമാണെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ ആ സന്തോഷമുണ്ടായി. മുഹമ്മദ് എന്ന് പറയുന്ന റസൂലാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകരാണെന്നും അറിയുക പോലും ചെയ്യുന്നതിന് മുമ്പ് ഈ മുഹമ്മദിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരടിമ സ്ത്രീയെ മോചിപ്പിച്ച കാരണത്തിനാൽ മഹാനവറുകൾ പറയുന്നു, യുഖഫഫു അൻഹു ലി സുറൂരി ബിഅഹ്മദാ. റസൂലുള്ളാഹി അഹ്മദ് നബിയാകുന്ന റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചതിന് വേണ്ടി തന്റെ ശിക്ഷയിൽ ലഘൂകരണം വരുത്തുന്നു എങ്കിൽ മഹാൻ ചോദിക്കുകയാണ്, ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ തൂല ഉംരിഹി ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹ്ഹിദാ. അല്ലാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുകയും തൗഹീദുള്ളവനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നവനാണെങ്കിൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? പാരത്രിക ലോകത്ത് അവനുള്ള മോക്ഷങ്ങളും ക്ഷേമങ്ങളും എന്തൊക്കെയായിരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഹാഫിദ് നാസിറുദ്ദീൻ ദിമശ്ഖി ചോദിക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ, സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ മൗലിദാഘോഷം നടത്തുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പുണ്യമുണ്ട് എന്ന കാര്യം നമുക്ക് ഇതിരുന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാനൊരു സംശയത്തിന്റെ മറുപടി കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂലഹബ്
അദ്ദേഹം അവിശ്വാസിയാണല്ലോ, അവിശ്വാസിയായ ആളുകൾക്ക് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണല്ലോ പ്രമാണമുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ആനുകൂല്യം ലഭിച്ചത് എന്ന സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. ഈ സംശയത്തിന് അല്ലാമ ഇമാം ഷൈബാനി റളിയല്ലാഹു അൻഹു മറുപടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാൻ പറഞ്ഞു, ഖുൽതു, ഞാൻ പറയട്ടെ, ഫതഖ്ഫീഫുൽ അദാബി അൻഹു, അബൂലഹബിന് ശിക്ഷ ലഘൂകരിച്ചത് ഇന്നമാ ഹുവ കറാമത്തുൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ബഹുമതിയായിട്ടാണ്, നബിതങ്ങൾക്കുള്ള ഒരു ആദരവ്. ആ രൂപത്തിലാണ് അബൂലഹബിന് ശിക്ഷയിൽ ലഘൂകരണം വന്നിട്ടുള്ളത്. അത് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കറാമത്താണ്, ഒരു ഔദാര്യം, ഒരു മഹത്വമാണ്, ഒരു ബഹുമാനമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ ഈ ബഹുമാനം അവിശ്വാസിയായ വ്യക്തിക്ക് വരെ ലഭിക്കുകയാണ്. എങ്കിൽ വിശ്വാസികളായ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് ഗുണമുണ്ടെന്നും അത് പ്രതിഫലാർഹമാണെന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ സഹോദരന്മാരെ. ഈ കാര്യം നാം ഒക്കെ ചിന്തിക്കണം. സാധാരണഗതിയിൽ ഇവിടെ ബിദഅകൾ പറയാറുള്ളത്, ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ അവർ പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കൊണ്ടല്ല അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയാറുള്ളത്. അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇമാം ബുഖാരി പറയുന്നത് തന്നെ, വസുവൈബത്തു മൗലാത്തുൽ അബീ ലഹബിൻ കാന അബൂലഹബിൻ അഅ്തഖഹാ, അബൂലഹബ് അവളെ എഴുത്തത്ത് ചൊല്ലിയിരുന്നു. എന്നിട്ട് ഫഅർളഅത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുത്തത്ത് ചൊല്ലിന്റെ ശേഷമുള്ള കഥയാണ് പിന്നെ പറയുന്നത്. ഫഅർളഅത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂലഹബ് നബി തങ്ങൾക്ക് മുല കൊടുക്കുകയും ചെയ്തു എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷവാർത്ത അറിയിച്ച കാരണം കൊണ്ട് തന്നെയാണ് അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയയെ എഴുത്തത്ത് ചൊല്ലിയിട്ടുള്ളത്, മോചിപ്പിച്ചിട്ടുള്ളത്. ബിദഅകൾ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയ സന്തോഷം കൊണ്ടാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സന്തോഷം കൊണ്ടാണ് സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിച്ചത് എന്ന് വെച്ചാൽ, അപ്പൊ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങൾക്ക് 40 വയസ്സും കഴിഞ്ഞതിന് ശേഷം ആണ് സുവൈബത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് മുല കൊടുത്തത് എന്ന് പറയേണ്ടി വരും. മഅദല്ലാഹ്, എന്തുമാത്രം വിഡിത്തമാണ്. ഇങ്ങനെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു പരാമർശം ബിദഅകൾ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമാണ് സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചത്, എഴുത്തക്ക് ചൊല്ലിയത് എന്ന് പറയുന്ന പരാമർശം അത് വളരെ ബാലിശമാണ്, ദുർബലമായ റിപ്പോർട്ടുകളാണെന്ന് ചരിത്രം പരതിയാൽ, അതിന്റെ യോഗ്യതകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ അത് വിശദീകരിക്കേണ്ട സന്ദർഭമല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂല് നമ്മെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവർക്ക് അതിന്റെ ഗുണവും ലഭിക്കുന്നുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ഈ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം. ഇനി നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയോ അവർ വല്ല പ്രത്യേകമായ ഒരുമിച്ചുകൂടലും പരിപാടികളും നടത്തുകയും ചെയ്തിട്ടുണ്ടോ? ചരിത്രത്തിലൂടെ, പ്രമാണങ്ങളിലൂടെ നാം പ്രയാണം നടത്തിയാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഹാഫിള് അബുൽ ഖത്താബ് ഇബ്നു ദുഹയ്യത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹാഫിള് അബുൽ ഖത്താബ് ഇബ്നു ദുഹയ്യ മഹാനവറുകൾ തന്റെ കിതാബ് അത്തൻവീറുൽ ബഷീർ, അത്തൻവീർ ഫീ മൗലിദിൽ ബഷീരിൻ നദീർ, അത്തൻവീർ ഫീ മൗലിദിൽ ബഷീരിൻ നദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സ്വഹാബി പ്രമുഖനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാനവറുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിവസത്തിലുണ്ടായ അത്ഭുത സംഭവങ്ങൾ മഹാനവറുകൾ തന്റെ വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്.
തന്റെ വീട്ടിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിവസത്തിലുണ്ടായ ജന്മവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും വിഷയങ്ങളുമൊക്കെ ഈ കാര്യത്തിൽ സന്തോഷിക്കുകയും ഇതിൽ താല്പര്യം കൂടുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുന്നു. അവരെല്ലാവരും ഈ വിഷയത്തിൽ സന്തോഷിക്കുന്നു. വയുസല്ലൂന അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അവർ സ്വലാത്തും സലാമും ചെല്ലുന്നു. ഇങ്ങനെ പുണ്യങ്ങളായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ നേതൃത്വത്തിൽ. ഫഇദൻ, ആ സന്ദർഭത്തിൽ ജാഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് അവരുടെ സാന്നിധ്യത്തിലേക്ക് വരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നല്ലൊരു വിഭാഗം സ്വഹാബികൾ കൂടിയിരിക്കുന്നു. അവർ റസൂലുള്ളാഹിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു. അന്നുണ്ടായ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, ഹല്ലത്ത് ലക്കും ശഫാഅതി. ഖാല റസൂലുള്ളാഹി, എന്റെ ശുപാർശ നിങ്ങൾക്ക് ലഭിച്ചുപോയി, എന്റെ ശുപാർശ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കാരണം അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും തൃപ്തിയുള്ള ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇത്തരം സുഹൃതങ്ങൾ. ഇതല്ലേ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്? ബഹുമാനപ്പെട്ട അബുൽ ഖത്താബ് ഇബ്നു ദഹിയ റഹിമഹുല്ലാഹ് ഹാഫിൾ തന്റെ കിതാബു തൻവീർ ഫി മൗലിദിൽ ബശീർ നദീർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചത് കാണാം. കഴിഞ്ഞില്ല, സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പോവുകയാണ്. എങ്ങോട്ടാണ് അവർ പോകുന്നത്? ഇലാ ബൈത്തി ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുന്നു? വകാന യുഅല്ലിമു വഖാഇ വിലാദതിഹി അലൈഹി സ്വലാത്തു വസ്സലാം ലിഅബിനാഇഹി വഅശീറതിഹി. അദ്ദേഹം തന്റെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ വിളിച്ചു വരുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്ന ദിവസത്തിലുണ്ടായ അത്ഭുതങ്ങളും സംഭവങ്ങളും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മഹാൻ പറഞ്ഞു, മഹാൻ പറയുകയാണ്, ഈ ദിവസമാണ് ആ ദിവസം, ഈ ദിവസമാണ് ആ ദിവസം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള ദിവസമുണ്ടല്ലോ, ആ ദിവസം അത് ഇന്നാണ് ആ ദിവസം. റബീഉൽ അവ്വൽ 12 ആ ഒരു ദിവസത്തിലായിരുന്നു അവർ ഈ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അവർ ഈ വിഷയങ്ങൾ വിശദീകരിക്കുകയും റസൂലുള്ളാഹി തങ്ങളുടെ കീർത്തനങ്ങൾ മൗലിദുകൾ നടത്തുകയും ചെയ്തിരുന്നത്.